ബ്ലൗസിൻ്റെ ഹുക്ക് നല്ല പെർഫെക്റ്റായിട്ടും നീറ്റായിട്ടും എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെറിയ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്കത് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിലോ ഒന്ന് ലൈക്കോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു റാൻഡമായിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതായത് ത്രെഡ് വേറെ കളറിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ബ്ലൗസിൽ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ആദ്യം നമ്മൾ നൂല് കോർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന സംശയം എത്ര ഇഴയാണ് സൂചിയിൽ കോർക്കേണ്ടതെന്നുള്ളതാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ 2 ഇഴ തന്നെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അഥവാ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടണം, കുറച്ചുകൂടെ ബലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊരു 4 ഇഴയാക്കാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇതേപോലെ 2 ഇഴ നൂല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ സൂചിയിലേക്ക് കോർത്തെടുക്കുവാണേ. അപ്പോൾ സൂചി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഏകദേശം ഈ ഒരു വലിപ്പമുള്ള സൂചി എടുക്കാൻ വേണ്ടി നോക്കണേ. തീരെ ചെറിയ കണ്ണുള്ള സൂചി എടുക്കരുത്. അപ്പോൾ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗവും ഒന്ന് ഇതേപോലെ അതിൻ്റെ നടുവശത്ത് മടക്ക് വരുന്ന ഭാഗവും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഈ തുമ്പ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സൂചി ഇതേപോലെ വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഇട്ട് കൊടുക്കാനാണ്. ഏറ്റവും താഴെ വശത്ത് നോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ട് എടുക്കുക. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ നോട്ട് ഇടാതെ തന്നെ നമുക്ക് ഹെം ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ നോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് വിട്ടുപോകും. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കുന്ന ഭാഗം ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ തീരെ അറ്റത്ത് കൊണ്ട് വെക്കാതെ കണ്ട് സ്വല്പം ഇപ്പുറത്തേക്ക് മാറ്റിയായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മൾ മിഷൻ സൂചി ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് വലിയ ഹോൾ ആക്കേണ്ട ആവശ്യമില്ല, എന്നാൽ തീരെ ചെറുതുമായി പോകരുത്. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ കൊളുത്തിനെ ഇതേപോലെ കൊളുത്തി ഇപ്പുറത്തേക്ക് എടുക്കുക. ഇതെങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ കൊളുത്തിൻ്റെ 2 കണ്ണ് വരുന്ന ഭാഗം മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ കൊളുത്ത് വരുന്ന ഭാഗം താഴെയാക്കി നമ്മൾ പിടിക്കുക. എന്നിട്ട് നേരെ ഇതുപോലെ താഴെ വശത്ത് ഫേസ് ചെയ്യുന്ന പോലെ ആ ഹോളിൽ കൂടെ ഉള്ളിലേക്ക് കൊളുത്തി എടുത്ത് നേരെ തിരിച്ച് വെക്കുക. ഒരുപാട് പേർക്ക് ഈ മെത്തേഡ് അറിയാം, പക്ഷെ ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ മെത്തേഡ് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കൈകൊണ്ട് തുന്നിയെടുക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 2 കണ്ണ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ് തയ്ക്കേണ്ടത്. കാണിച്ചു തരാം ഞാൻ. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് ആദ്യത്തെ നോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഒന്ന് സൂചി കയറ്റി എടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ അടുത്തൊരു പ്രാവശ്യം കൂടെ സൂചീനെ ഇൻസേർട്ട് ചെയ്യുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സൂചിയുടെ ഉള്ളിൽ കൂടെ ഉള്ള ത്രെഡിനെ വേണം ഇതേപോലെ റൗണ്ടിന് സൂചിയിൽ കൂടെ ചുറ്റിയെടുക്കണം. എന്നിട്ട് ഇത് വലിച്ച് പിടിച്ച് നോട്ടിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈ സംഭവം തന്നെ, ഈ പ്രൊസീജിയർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സൂചി ഇതേപോലെ കുത്തിയെടുക്കുക, പകുതിക്ക് നിർത്തി വെച്ചിട്ട് സൂചിയുടെ കണ്ണിൽ കൂടെ ഉള്ള ആ ത്രെഡ് ഉണ്ടല്ലോ അതിനെ വേണം നമ്മൾ പിടിച്ച് സൂചിയിൽ ചുറ്റി കൊടുത്തിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ നമ്മൾ ഈ ത്രെഡില്ലേ ഇത് മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭംഗിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഞാൻ നേരത്തെ മടക്കിയ രീതിയില്ലേ, അതായത് 2 ലെയർ ത്രെഡിനെ മടക്കി 4 ലെയറാക്കിയാണല്ലോ നമ്മളിപ്പം തയ്ക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 2 ലെയറിൽ ചെയ്താലും ഭംഗിയുണ്ടാവും, കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ കാണാൻ കരുതിയിട്ടാണ് ഞാൻ 4 ലെയർ ഇട്ടിട്ടുള്ളത്. 4 ലെയർ ഇടുമ്പോഴത്തേനും കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും സ്റ്റിച്ച്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് പോയിട്ടുള്ള ഷോർട്ട് വീഡിയോസിൽ ഒന്നെന്ന് പറയുന്നത് ഈ ബ്ലൗസിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു, മിഷൻ സൂചി വെച്ചിട്ട് ഹോൾ ഇട്ടിട്ട് അതിൽ കൂടെ നമ്മൾ കൊളുത്തി എടുക്കുന്നത്. ആ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫുള്ളായിട്ടുള്ളതൊന്ന് കാണിച്ചു തരണമെന്ന്. ഒരുപാട് പേർക്ക് ഈ മെത്തേഡൊക്കെ നന്നായിട്ട് അറിയാം, എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. പക്ഷേ ബിഗിനർ ആയിരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടൊന്ന് ക്ലിയർ ആക്കി ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഐയുടെ ഒരു 90% ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട്, അതായത് ആ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഫുൾ ഇതുപോലെ കെട്ടിട്ട് കഴിഞ്ഞിട്ട് ത്രെഡിനെ ലോക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക.
ലോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമില്ല. ഒറ്റ ചുറ്റിന് വേറെ 2 ചുറ്റിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ അങ്ങ് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ത്രെഡിൻ്റെ അറ്റത്ത്. ആ നോട്ടിനെ ലൈറ്റായിട്ടൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുക. 4 ഇഴ എന്ന് പറയുന്നത് മാക്സിമമേ കൊടുക്കാവുള്ളൂ കേട്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തയ്യലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.